ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹിന്ദി ബേസിക്സിൻ്റെ 12ാമത്തെ പാർട്ട്, അതായത് വചനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. മലയാളത്തിൽ വചനം എന്ന് പറയുന്നത് പുല്ലിംഗം സ്ത്രീലിംഗ പദങ്ങളിലെ ബഹുവചനം, അതുപോലെ ഏകവചനം ബഹുവചനം, അതിനകത്ത് നിന്നാണ് ഈ വചൻ എന്ന വാക്ക് വന്നത്. മലയാളത്തിൽ വചനം എന്നാണ് പറയുന്നത്, ബഹുവചനം, അതുപോലെ തന്നെ ഏകവചനം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, ടോപ്പിക് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സിംഗുലർ, പ്ലൂറൽ ഫോം. ഈ രണ്ട് ഫോമുകളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇതിനകത്ത് ഏകദേശം ഒരു 6 റൂൾസ് വരുന്നുണ്ട്. ഈ 6 റൂൾസ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം ഈ ഏരിയ കവറാകും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ റൂൾ നമുക്ക് പോകും. ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ പദങ്ങളെ ഏയിൽ ആക്കിയാൽ ബഹുവചന രൂപമാകും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന മൊത്തം എങ്ങനെയാണ് ഏകവചനത്തിനെ ബഹുവചനമാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ പദങ്ങളെ ആക്കി എങ്ങനെയാണ് ബഹുവചനമാകുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് മാത്രം നമ്മൾ നോക്കിപ്പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള പുല്ലിംഗ പദമാണ് ലഡ്ക. ഇതിനെന്താണ്? ലഡ്കെ. എ എന്ന രൂപം എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കെ, തേ, ചേ, സേ, ഇതൊക്കെ എന്താ? എയുടെ പല വിധത്തിലുള്ള രൂപങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പൊ ലഡ്ക എന്ന് പറയുമ്പോൾ ബഹുവചനമുള്ള പുല്ലിംഗ പദമാണ് ലഡ്കെ. അടുത്തത് കുത്ത. ആയിലാട്ടോ അവസാനിക്കുന്നത്. അപ്പൊ എന്താവും? കുത്തേ. പിടികിട്ടിയല്ലോ. പത്ത, പത്തേ. തോട, തോടേ. അടുത്തതാ പൗദ, പൗധേ. കപ്പട, കപ്പടേ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ആ ചിഹ്നത്തിൽ വരുന്നതിനെ നമ്മൾ എന്താക്കി മാത്രം മാറ്റിയിട്ടുള്ളൂ? ആ എന്ന ചിഹ്നത്തിൽ വരുന്നതിനെ ഒക്കെ നമ്മൾ എന്താക്കി മാറ്റി? ജസ്റ്റ് ഒരു എ ചിഹ്നത്തിലോട്ട് മാറ്റി. എ ചിഹ്നത്തിലോട്ട് മാറ്റിയപ്പോൾ എന്ത് കിട്ടി? നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടി? നമുക്ക് എന്ത് കിട്ടി? പുല്ലിംഗത്തിലുള്ള ബഹുവചനങ്ങളെ നമുക്ക് കിട്ടി. സോ ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ആ ചിഹ്നത്തിലാണ് പുല്ലിംഗം അവസാനിക്കുന്ന പുല്ലിംഗങ്ങളെ, ഒന്നും കൂടി, പുല്ലിംഗങ്ങളെ നമുക്ക് എന്താക്കാം? ഏയിലാക്കിയാൽ ബഹുവചന രൂപമാക്കും. സോ നമുക്ക് രണ്ടാമത്തെ റൂളിലേക്ക് കിടക്കാലോ. ഈ റൂൾ ഓക്കെ ആണല്ലോ അല്ലേ? ഇതാ വേർഡുകളെ മാത്രം കേട്ടോ. അതായത് പ്ലൂറൽ, സിംഗുലർ ഒക്കെ നമ്മൾ ആക്കുന്ന ഏതാ? സബ്ജക്റ്റിനെയാണ്. സോ ലഡ്ക, കുത്ത. ലഡ്ക എന്ന് പറഞ്ഞാൽ ബോയ് എന്നാട്ടോ. കുത്ത എന്ന് പറഞ്ഞാൽ ഡോഗ് എന്നും. ഇപ്പം നിങ്ങൾക്ക് കപ്പട ഡ്രസ്സാണ്. പൗദ, പേഡ് പൗദ എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ പേഡ്. പേഡ് എന്ന് പറഞ്ഞാൽ മരം, പൗദ പറഞ്ഞ ചെടികൾ. ഇതാണെന്ന് പറഞ്ഞാൽ കുതിര, അത് നിങ്ങൾക്ക് അറിയാം. പത്ത അതുപോലെ തന്നെ. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയാലും അടുത്തയിലേക്ക് കിടക്കാം. ഇപ്പം നേരത്തെ കുറിച്ച് ആ എന്ന അക്ഷരത്തിലാണ്, ആ ചിഹ്നം കേട്ടോ. ആ എന്ന ചിഹ്നത്തിലാണെങ്കിൽ നമ്മൾ എ എന്ന ചിഹ്നത്തിലേക്ക് ആക്കാനാണ് ഇവിടെ പറഞ്ഞത്. ഒന്നും കൂടെ ഓർത്തോണേ. അടുത്തയില് ആ എന്ന ചിഹ്നത്തിൽ നിന്ന് ഏം എന്ന ചിഹ്നത്തിലോട്ട് മാറ്റാനാണ് പറയുന്നത്. ഇത് ഏത് ലിംഗാണ്? സ്ത്രീലിംഗാണ് കേട്ടോ. സ്ത്രീലിംഗ പദങ്ങളാണേ. ആ എന്ന ആയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം ചേർത്താൽ ബഹുവചന രൂപമാകും. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. കിതാബ് എന്തായി മാറും? കിതാബോ ആയി മാറും. ഓക്കെ, അടുത്തത് കലം. ഒരു മിനിറ്റ്, കിതാബ് എന്താ? ബുക്ക് കേട്ടോ. അർത്ഥവും കൂടെ എഴുതി പോകാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കലം. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. കിതാബോം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ല ഇത്.
കിതാബും എന്നാട്ടോ. ഓക്കെ ആണല്ലോ. കലം, കലം എന്ന് പറഞ്ഞ പെന്നാണ്. അടുത്തത് ബഹൻ, സിസ്റ്റർ. ഒരുപാട് പേരുണ്ടെങ്കിലോ ബഹനോ, ബായ്യോം ബഹനോം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അടുത്തത് ദീവാർ. ദീവാർ എന്താ? ഭിത്തി. അതോ ദീവാരോ. വാൾ എന്ന് പറഞ്ഞ സിസ്റ്റർ. മീനിങ്ങും കൂടെ പഠിച്ചോ നല്ലതായിരിക്കും. ബാത്ത്. ബാത്ത് എന്ന് പറഞ്ഞ സംതിങ്, എന്തിനും കാര്യം. ബാത്ത്, ബാത്തോ. അടുത്തത് ആങ്ക്, കണ്ണുകൾ. കണ്ണ്, കണ്ണുകളാക്കണമെങ്കിലോ മോർ ദാൻ ഉണ്ടെങ്കിലോ ആങ്കോ. ഓക്കെ, ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷെ ഇവിടെ ഓർത്തിരിക്കണം, ഇതെന്താണ്? പുല്ലിംഗ പദമാണ് കേട്ടോ, മാറിപ്പോവില്ലേ. ഇതെന്താണ്? സ്ത്രീലിംഗ പദമാണ്. ഓക്കെ ആണല്ലോ. രണ്ട് റൂള് നിങ്ങൾക്ക് നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ നേരത്തെ പുല്ലിംഗം ആയിൽ അവസാനിക്കുന്ന കാര്യം പറഞ്ഞു. ഇതേതാ? ആയി തന്നെ എന്താ സ്ത്രീലിംഗം അവസാനിച്ചൂടെ? ആയിലാണ് സ്ത്രീലിംഗ പദം അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം എന്ന് ചേർത്താൽ എന്താകും? സ്ത്രീലിംഗ പദം ബഹുവചനമായി മാറും. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? നമുക്ക് എക്സാമ്പിൾ നോക്കാം. ലത, ലതായോ. അടുത്തത് മാധ, മാധ. ഇങ്ങനെയാണ് എഴുതാൻ. ഇനി കവിത, കവിത ഇങ്ങനെ എഴുതാം. യെസ്, ഓക്കെ ആണല്ലോ. കഥ, അതെങ്ങനെ എഴുതാം? ഓക്കെ ആണല്ലോ. മാല, അതും എങ്ങനെ എഴുതാം? ഓക്കെ ആണല്ലോ. അപ്പൊ ആ എന്ന ചിഹ്നത്തിലാണ് ഇതെല്ലാം അവസാനിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ എന്തായി? ഏം എന്ന ആ ഒരു വേർഡ് മാത്രം, ആ ഒരു പദം മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇത് ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആദ്യം എന്താ? ആയിൽ പുല്ലിംഗാണ് അവസാനിക്കുന്നെങ്കിൽ വെറും എ മാത്രം ആഡ് ചെയ്യുക. വെറും ആയിലാണ് സ്ത്രീലിംഗം അവസാനിക്കുന്നെങ്കിൽ ഏം ആഡ് ചെയ്യുക. ആയിൽ അവസാനിച്ചാൽ ഇങ്ങനെയും ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? നാലാമത്തെ പാർട്ട്, ഉ, ഊ എന്നിവയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം എന്ന ചേർത്താൽ ബഹുവചന രൂപം. അപ്പൊ ഏതൊക്കെയാ? ഉ, ഊ. ഇത് എന്താ ആഡ് ചെയ്യണ്ടേ? ഏം ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ബോക്സിലാക്കി. ഇനി ഇത് എന്ത് പദമാണ്? സ്ത്രീലിംഗ പദം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. വസ്തു എന്താവും ആൻസർ? ബഹുവചനം എന്തായിരിക്കും? വസ്തു. അടുത്തത് ഊലാട്ടോ എല്ലാം അവസാനിക്കുന്നേ, നോക്കിക്കോയെ. ബഹു, ബഹുവോ. അടുത്തത് കൂടി ബധു. പിടികിട്ടിയോ? ഏകദേശം ഉ, ഊ എന്നിവയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം ചേർത്താൽ ബഹുവചന രൂപമാകും. എക്സാമ്പിൾ നമ്മൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? സിംഗുലർ ഫോം ആണ്. സിംഗുലർ ഫോം. ഇതൊക്കെ എന്താണ്? പ്ലൂറൽ ഫോം. സിംഗുലർ ഫോം എന്ന് പറഞ്ഞാൽ ഏകവചൻ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചൻ. ഓക്കെ ആണല്ലോ? ഇത് ഇത്ര ഓക്കെ അല്ലേ?
നാലാമത്തെ റൂള് വരെ. ഇനി ആകെ രണ്ട് റൂളേ ഉള്ളൂ. അത് രണ്ടും വളരെ ഈസിയാണ്, നോക്കാം. ഈയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം ചേർത്താൽ ബഹുവചന രൂപമാവും. അപ്പം എന്താ ചെയ്യണ്ടേ? ഈ എന്ത് ചേർക്കണം എന്നാണ് പറയുന്നത്? ഏം ചേർക്കണം എന്നാണ് പറയുന്നത്. ഏതാണ് പദം? ഏതാണ് പദം? സ്ത്രീലിംഗ പദം. വളരെ ഈസിയാണ്. നമുക്കൊന്ന് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം കേട്ടോ. അതിൻ്റെ കുറച്ചൊരു എക്സാമ്പിൾസ് ഒന്ന് നോക്കിപ്പോവാം. നേരത്തെ പറഞ്ഞല്ലോ ലഡ്ക, അതിന് നേരെ ഓപ്പോസിറ്റ് ലഡ്കി. ഈയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദം. ഇത് നമുക്ക് പ്ലൂറലാക്കണം. എന്ത് ചെയ്യാം? ലഡ്കിയോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തത് ബേട്ടി. എന്ത് ചെയ്യാം? ബേട്ടിയോ. അടുത്തത് നദി. എങ്ങനെ എഴുതാം? നദിയോ. നാരി. നാരിയോ. കലി. കാലിയോ. ഇപ്പൊ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ഒന്നും കൂടെ ക്ലിയർ ആവുന്നുണ്ടാവുമായിരിക്കും. കാരണം വളരെ സിമ്പിളാണ് ഇതെല്ലാം തന്നെ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരൊറ്റ വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു റൂള് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഇനി യായിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളിൽ അവസാനം ഈ ഒരു ചിഹ്നം ആഡ് ചെയ്താൽ എന്തായി? ബഹുവചനമാക്കും. അപ്പം ഏത് വചനാണ്? ഇതും സ്ത്രീലിംഗ കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ പുല്ലിംഗ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പഠിച്ചല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്ത്രീലിംഗ കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ കുറെ കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഒരു 3 എക്സാമ്പിൾ മാത്രം ഇതിൻ്റെ നോക്കാം. ചിടിയ. ചിടിയ എങ്ങനെ നമുക്കിത് പ്ലൂറലാക്കാം? ചിടിയോ. യാ ഓൾറെഡി ഉള്ളതുകൊണ്ട് മുകളിൽ ആ ഒരു ചിഹ്നം മാത്രം ഇട്ടാൽ മതി. അടുത്തത് ഗുഡിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി യായുണ്ട്, അപ്പം മുകളിൽ ആ ഒരു ചിഹ്നം ഇട്ടാൽ മതി. ഗുഡിയോ. ഗുഡിയ. എങ്ങനെ എഴുതാം? ഗുഡിയോ. ഓക്കെ ആണല്ലോ. യാ ഓൾറെഡി ഉണ്ട്, യായിലാണ് ഈ സ്ത്രീലിംഗ പദം അവസാനിക്കുന്നത്. സോ മുകളിൽ ആ ഒരു ചിഹ്നം കൊടുത്താൽ ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ 6 നമ്മുടെ റൂൾസ്. സോ ഒന്നാമത്തെ റൂൾ നോക്കുകയാണെങ്കിൽ ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ പദങ്ങളെ എയിൽ ആക്കിയാൽ ബഹുവചന രൂപമാക്കും. എക്സാമ്പിൾ ഓക്കെ ആണല്ലോ. ലഡ്ക, ലഡ്കി. ഒന്നാമത്തെ എക്സാമ്പിൾ മാത്രം നമുക്ക് പോയി നോക്കാം. വെറും അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം ചേർത്താൽ ബഹുവചനം. കിതാബ്, കിതാബ്. ഓക്കെ ആണല്ലോ. കലമുണ്ട്, ബഹൻ, ബഹനും. ഓക്കെ ആണല്ലോ. അടുത്തത് ആയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം ചേർത്താൽ ബഹുവചന രൂപം. എക്സാമ്പിൾ നോക്കി. കവിത, കവിതയും. ഓക്കെ ആണല്ലോ. നാലാമത്തെ ഉ എന്നിവയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം ചേർത്താൽ ബഹുവചന രൂപമാകും. വസ്തു, ബഹു. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. 5 ഈയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് ഏം ചേർത്താൽ ബഹുവചന രൂപമാകും. ലഡ്കി, ലഡ്കിയാം എന്നായത് അതുപോലെയാണ്. ബേട്ടി, ബേട്ടിയാം. നദി, നദിയോം. നാരി, നദിയോം. ഗലി, ഗലിയോം. ഓക്കെ ആണല്ലോ. ഏറ്റവും ലാസ്റ്റ് റൂൾ, 6ാമത്തെ റൂൾ. യായിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളോട് അവസാനം ആ ചന്ദ്രക്കലയും കുത്തും ചേർത്താല് ബഹുവചന രൂപമാകും. ചിടിയ, ചിടിയോം. ഗുഡിയോം, ഗുഡിയ. ഗുഡിയ, ഗുഡിയോം. ബുഡിയ, ബുഡിയോം. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണിത്. സോ വചൻ എന്നതിനകത്ത് ബഹുവചൻ ഉണ്ട്, ഏകവചൻ ഉണ്ട്. ഏകവചൻ എന്ന് പറഞ്ഞ സിംഗുലർ ഫോമാണ്. ബഹുവചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ഫോമാണ്. ഏകവചനാണ്, ബഹുവചനാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും.
ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.